പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച ദൈവം മറ്റൊരു ദിവസം കൂടെ നമുക്ക് നൽകിയിരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനായി അവൻ നമ്മെ വിളിച്ചു. ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ആ ദൈവത്തോട് ചേർന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ലോകത്തിൽ ദൈവം നൽകിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അവൻ്റെ കരുണയാണ് എന്ന് വിശ്വസിക്കുക. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രത്യാശയോടെ നമുക്ക് ഇന്നേ ദിവസം ഈ പ്രഭാത വിരുന്ന് എന്നീ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി നമുക്ക് ഇന്നേ ദിവസം നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിൻ്റെ സ്നേഹം നിറയുവാനും അവരുടെ എല്ലാം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുമായി കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് സമർപ്പിക്കാം. അവരുടെ ഭാവിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം. ഈ ശുശ്രൂഷയിലൂടെ അനേകർക്ക് വലിയ ദൈവിക അഭിഷേകം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രത്യേകമായിട്ട് ഈ സമയം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. പരിശുദ്ധാത്മാവാണ് തിരുവചനം സ്വീകരിക്കുവാനും തിരുവചനത്തിൽ ജീവിക്കുവാനും തിരുവചനത്തിൻ്റെ കൃപയിൽ ജീവിതത്തെ നയിക്കുവാനുമൊക്കെ ശക്തി നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് വചനത്തെ സ്നേഹിക്കുവാനുള്ള കൃപയും നമുക്ക് നൽകുന്നത്. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങൾ സ്വീകരിക്കുന്ന കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമായി അഭിഷേകമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് കടന്നു വന്ന് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ
ഈശോയുടെ വചനം ശ്രവിക്കുവാനായി നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 103:11. സങ്കീർത്തനങ്ങൾ 103:11. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണ കാണിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്ന ബോധ്യം ഈ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുക. നമുക്ക് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ബോധ്യം, അതാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് ലൗകികതയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ എല്ലാം ജീവിതങ്ങളിൽ നഷ്ടമാകുന്ന ഒരു കാര്യമാണ് ദൈവകരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത്. ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ഈ ദൈവിക ഭാവത്തെ പലപ്പോഴും മറന്നു കളയുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ വീഴ്ച വരികയും ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ വരുന്ന വീഴ്ച ദൈവിക പദ്ധതിയിൽ നിന്ന് അകലാൻ ഓരോ വ്യക്തിയെയും കാരണമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യം. അതായത് സകലത്തെയും അതിലംഘിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്നിവിടെ നമ്മെ പഠിപ്പിക്കുക. അതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 48-ാമത്തെ തിരുവചനത്തിലൊക്കെ പഠിപ്പിക്കുന്നതും അവിടെയും നമ്മൾ കാണുന്നത് തന്നെയാണ്. കർത്താവിൻ്റെ അനന്തമായ കരുണ, കർത്താവിൻ്റെ അനന്തമായ സ്നേഹം അവൻ എല്ലാവരിലേക്കും ഒഴുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിപൂർണതയിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ കരുണയിൽ പൂർണ്ണത പ്രാപിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുക. അപ്പോൾ നാം കരുണയുള്ളവരായിരിക്കുക. കാരണം നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ ദൈവം നമ്മോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യം അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവരോടും കരുണ കാണിക്കണം. എനിക്ക് നൽകപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് നൽകുവാനും ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ യേശു നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൊടുക്കുവാനായിട്ടാണ് അവൻ നൽകുന്നത്. അപ്പോൾ കൊടുക്കുമ്പോഴാണ് ദൈവകരുണയിൽ പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കരുണയുടെ മറ്റൊരു മേഖലയാണ് സ്നേഹം എന്ന് പറയുന്നത്. കരുണയുടെ മറ്റൊരു തലമാണ് സ്നേഹം. സ്നേഹമുള്ളിടത്താണ് കരുണയുള്ളത്. സ്നേഹമില്ലാത്തിടത്ത് കരുണയുണ്ടാവില്ല. കാരണം എന്താണ്? സ്നേഹമില്ലെങ്കിൽ കരുണയ്ക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അത് പരസ്പരം പൂരകങ്ങളാണ്. ഒന്ന് ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൻ്റേതായ രീതിയിൽ അർത്ഥവും ആഴവും ഉണ്ടാകണമെങ്കിൽ പരസ്പര ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഇത് സാധിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം വെറും ഭൗതികമായ ഇടപെടലുകൾ മാത്രമായി തീരുകയാണ്. ഈ ഭൗതികമായ ഇടപെടലുകളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യൻ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കത്തില്ല. ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാത്ത മനുഷ്യൻ ദൈവിക വിഷയങ്ങളെക്കുറിച്ച്
ഗഹനമായി പഠനം നടത്താനോ ആ ദൈവികതയിൽ സ്ഥിരമായി നിലനിൽക്കാനോ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലും അഭിഷേകത്തിലും ജീവിക്കുവാനോ ഒരിക്കലും പരിശ്രമിക്കില്ല. അതെല്ലാം വലിയൊരു ജീവിതത്തിലെ പ്രശ്നങ്ങളായി മാറുകയാണ്. അപ്പോൾ യേശുവിൻ്റെ കരുണ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അതിലംഘിക്കുന്നതാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവരായിത്തീരാൻ, ദൈവസ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുന്നവരായിത്തീരാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളെ പൂർണ്ണമായും യേശു സ്നേഹത്തിൻ്റേതാക്കി മാറ്റുമ്പോഴാണ് ഈ മേഖലകളിലൊക്കെ നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത്. അപ്പോൾ യേശു സ്നേഹത്തിൻ്റെ വ്യക്തികളായിത്തീരാൻ, യേശു സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിത്തീരാൻ, യേശു സ്നേഹം ജീവിക്കുന്നവരായിത്തീരാൻ നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവിനെ അറിഞ്ഞ്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിൻ്റെ കൃപയിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരും. നമ്മുടെ ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരും. പൂർണ്ണമായും കർത്താവിൽ ശരണപ്പെടാനും കർത്താവിൽ ആനന്ദിക്കുവാനും അങ്ങനെയുള്ളവർക്കാണ് സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ഈ ഒരു കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും പ്രതിസന്ധിയും കടന്നു വരുന്നത്. അപ്പോൾ യേശുവിനെ വിളിച്ച് യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരുന്ന് വലിയ ദൈവകൃപയിൽ ജീവിക്കുവാനും ദൈവകൃപയോട് ചേർന്ന് സമർപ്പിക്കുവാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സ്നേഹത്തിൽ വസിക്കുക, അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, അവിടെ പൂർണ്ണതയുള്ളവരായി തീരാൻ സാധിക്കും. യേശു സ്നേഹത്തിൽ പൂർണ്ണതയുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തിൽ സ്വാർത്ഥതയില്ല. യേശുവിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണതയാണ്. ഈ ഒരു കൃപയും അഭിഷേകവും ഈശോയെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുക എന്നാൽ ദൈവികനായി തീരുക എന്നർത്ഥം കൂടെയുണ്ട്. സ്നേഹിക്കുക എന്നാൽ ദൈവികനായി തീരുക. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ ദൈവസ്വഭാവം സ്നേഹമായതുകൊണ്ട് തന്നെ സ്നേഹിക്കുക എന്നാൽ ദൈവിക ഭാവത്തിലേക്ക് ദൈവികനായി മാറുക എന്നുകൂടെ അർത്ഥമുണ്ട്. ദൈവികനായി മാറുന്ന ഒരു മനുഷ്യൻ, ദൈവസ്നേഹത്തിൽ വളരുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ആ കൃപയിൽ നിന്നും അകന്നു പോകുന്നില്ല. ആ കൃപയിൽ നിന്നും അവനൊരിക്കലും അകന്നു പോകുന്നില്ല. അപ്പോൾ ദൈവികരായി തീരുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പുറമേ വരുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിലേക്ക് കടന്നു വരിക. ആ ദൈവ സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നേഹവും കരുണയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യേകമായി നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. ദൈവികനായി തീരുക എന്നാണ് സ്നേഹത്തിൽ വളരുക എന്നതിൻ്റെ അർത്ഥം. ദൈവ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ചു. ദൈവ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ച് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ പ്രവൃത്തികളായി മാറും, ദൈവ ശുശ്രൂഷയുടെ പ്രവൃത്തികളായി മാറും. അത് ജീവിതത്തിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ജീവിച്ച് ആത്മീയതയിൽ വളരുന്ന ഒരു വ്യക്തിത്വമായി മാറുവാൻ ഈശോയെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകമായി ഈ സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച്
ഇന്നത്തെ നിയോഗം അത് നമുക്ക് ഓർക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞുങ്ങളിലെല്ലാം ദൈവസ്നേഹം നിറയാൻ, ദൈവകരുണ നിറയാൻ, ദൈവിക ഭാവത്തിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുട്ടികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ പലവിധ ആവശ്യങ്ങൾ, പലവിധ നിയോഗങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ആ നിയോഗങ്ങൾ ഓരോന്നോരോന്നായി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടാവാം, കുടുംബത്തിൻ്റെതായ ആവശ്യങ്ങളുണ്ടാവാം, ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവാം. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകരുടെ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന വ്യക്തികളെയൊക്കെ ഓർക്കാം. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. ആശുപത്രികളിൽ രോഗികളായിരിക്കുന്നവരുണ്ട്, അവരെ ഓർക്കാം. മറ്റു പല സാഹചര്യങ്ങളിൽ രോഗികളാണ് എങ്കിലും ഒരിക്കലും ആ രോഗമാണല്ലോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി റെസ്റ്റ് എടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്ന അനേകരുണ്ടാവാം. അവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ എല്ലാം ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് വലിയൊരു അഭിഷേകം നൽകണമേ. ഇവരുടെ എല്ലാം സഹനത്തിൽ അർത്ഥം കണ്ടെത്തുവാൻ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ആ രോഗികളുടെ മേൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാൻ, ജീവിത പ്രശ്നങ്ങളിലായിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് ശക്തമായ ദൈവിക പ്രവർത്തനം ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ നിയോഗം ഒരിക്കൽ കൂടി നമുക്ക് ഓർത്ത് അതെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സാധിക്കുന്നവരെല്ലാം കരങ്ങൾ ഒരൽപ്പം ഉയർത്തി കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ഈ പരിശുദ്ധമായ ദിവസത്തെ വിശദീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ചേർന്ന് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെയും സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ സമർപ്പിക്കാം. എല്ലാ മധ്യസ്ഥരുടെയും പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് ഇടവക മധ്യസ്ഥൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം യാചിക്കാം. പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ പ്രത്യേകമായിട്ടിപ്പോൾ സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വലിയ വിശ്വാസത്തോടെ, ആഴമായ ബോധ്യത്തോടെ നമ്മെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. ഹൃദയം നുറുങ്ങി ഞാൻ പാടിടും
തിരുസഭയോട് ചേർന്ന് നമ്മൾ ആശീർവാദം സ്വീകരിക്കുന്നു. ഈ സമയം എല്ലാവരും ഏറ്റവും ഭക്തിയോടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. മാർപ്പാപ്പയോട്, മെത്രാന്മാരോട്, എല്ലാ വൈദിക ഗണങ്ങളോടും ചേർന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും പ്രത്യേകമായിട്ട് ആശീർവദിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയോടും മെത്രാന്മാരോടും സകല വൈദികരോടും സമർപ്പിതരോടും മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകരോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും ധ്യാനകേന്ദ്രത്തിൻ്റെ വിവിധ ശുശ്രൂഷകളെയും ഗുഡ്നസ് ചാനലിനെയും ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ആ നിയോഗങ്ങളോടെല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ പ്രാർത്ഥനകളും ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്ന പ്രാർത്ഥനകളെല്ലാം ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഇന്നത്തെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നമ്മളെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾ ആ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.